കിച്ചൺ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. നട്ടി ബബിൾ പുഡിംഗാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ടേക്ക് പോകാം. ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ പുഡിംഗ് ബ്രേക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ്സെല്ലാം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് വേണ്ടത് ഇതൊന്ന് സോക്ക് ചെയ്തിട്ട് ഇതിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മിക്സ് വേണം. അതിലേക്ക് ഞാൻ ഇളം ചൂടുള്ള പാല് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 3 ടീസ്പൂണ് ബൂസ്റ്റ് പൊടിയും അതുപോലെ 1 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്കുമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ പുഡിംഗ് ട്രേയിൽ സെറ്റാക്കാം. ഇത് നമുക്ക് ഓരോരോ ബ്രെഡ് ഇതിലൊന്ന് ഡിപ്പാക്കിയിട്ട് നമ്മളെ പുഡിംഗ് ട്രേയിൽ സെറ്റാക്കാം. അങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡ് നല്ലോണം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഇവിടെ നമുക്ക് ബ്ലാക്ക് വൈറ്റ് ആയിട്ട് ചോക്ലേറ്റ്സ് ആണ്. ഇപ്പോൾ ഞാനിതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചോക്കോ ചിപ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മേലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കാഷ്യൂസ് ആണ്. കാഷ്യൂസ് ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ക്രീം റെഡിയാക്കി എടുക്കണം. അത് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ക്രീമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ക്രീം ജസ്റ്റ് ഒന്ന് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ക്രീം ചീസാണ് ആഡ് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് ബൂസ്റ്റ് പൊടി ഇട്ട് കൊടുക്കുക. 3 ടേബിൾ സ്പൂണ് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ക്രീം നല്ല അടിപൊളിയായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ സെറ്റായിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പുഡിങ് ഇതെടുക്കാം. എന്നിട്ട് നമുക്കിതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പം നമ്മൾ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ മേലേക്ക് കുറച്ച് വൈറ്റ് ഗനാഷാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതും കൂടി സെറ്റാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫോളോ ചെയ്ത് അതേ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. നമ്മളെ ബ്രെഡ് നമ്മൾ ഈ ഒരു മിൽക്കിൽ സോക്ക് ചെയ്തിട്ട് ലെയർ ചെയ്യുക. അതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ കാഷ്യൂസ് ഉള്ള ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നട്ട്സ് വെച്ചിട്ട് ഫില്ല് ചെയ്തേനു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ് ഇട്ടെടുത്തിട്ട് മിക്സ് ചെയ്ത് ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ക്രീം ഫുള്ളായിട്ട് സെറ്റ് ചെയ്തതിന് ഇനി നമുക്ക് ഒരു ചെറിയ ഒരു പണിയുണ്ട്. നമ്മൾ നട്ടി ബബിളിൻ്റെ മോഡലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വൈറ്റ് ഗനാഷ് വെച്ചിട്ട് ചെറിയ ചെറിയ ബബിൾസ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ബബിൾസ് ഫുള്ള് ചെയ്തതിന് ഇനി നമുക്ക് ബൂസ്റ്റ് പൊടി വെച്ചിട്ട് ഇതിന് മേലിൽ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ബൂസ്റ്റ് പൊടിയിലിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബബിൾസിൻ്റെ മേലിലോട്ട് ഒന്ന് ചെറിയ ചെറിയ ബബിൾസ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡെക്കറേഷൻ എല്ലാം ഫിനിഷ്ഡ് ആയിട്ടുണ്ട്.
അപ്പോൾ ഞാനിവിടെ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ എന്തെങ്കിലും ഡിസൈൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 8 മണിക്കൂർ ഇത് താഴത്തെ ഇതിൽ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഞാനിവിടെ നൈറ്റിലാക്കിയിട്ട് രാവിലെയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് നേരെ ഫ്രിഡ്ജിൽ കൊണ്ടേക്കാം. നമ്മൾ അടിപൊളിയായിട്ട് നട്ടി ബബിൾ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ബൈ.